പ്രവാചകന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും അവിടുന്ന് വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞൊരു വാചകമുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറാ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിക്കട്ടെ, അവർക്ക് ലഅനത്തുണ്ടാവട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ, പുണ്യപുരുഷന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ ഗേഹങ്ങളാക്കി തീർത്തവരാണ്, ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർത്തവരാണ്. ആ പ്രക്രിയ ചെയ്തതോടെ അവരെ അല്ലാഹു ശപിക്കട്ടെ എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പുള്ള വർത്താനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറഞ്ഞ ഗൗരവതരമായൊരു വർത്തമാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവതരമായ വർത്തമാനം അതെന്താ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യകുലത്തിലെ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ ആരാണ്? മനുഷ്യകുലത്തിലെ ശിറാറുന്നാസ്, മനുഷ്യകുലത്തിലെ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും മോശമായ ആളുകൾ രണ്ട് വിഭാഗം ആളുകളാണ്. ഒരു വിഭാഗം ആളുകൾ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ഈ ലോകത്തിന്റെ ഒടുക്കത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ സമൂഹത്തിലെ ഏറ്റവും മോശമായ ആളുകളായിരിക്കുമെന്നാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വല്ലദീന ഇത്തഖദുൽ ഖുബൂറ മസാജിദാ, ഖബറുകളെ പ്രാർത്ഥനാ ഗേഹങ്ങളാക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർത്ത ആളുകളാണ്. ഖബറുകളുടെ അടുത്ത് പോയി ഖബറുകളിൽ കിടക്കുന്ന മഹാന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകളോട് തങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ പറയുന്ന ആളുകൾ, അവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ മോശപ്പെട്ട ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ആത്മീയ ചൂഷണത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് പറയുന്നത് ഖബറുകളാണ്, മഖാമുകളാണ്, ദർഗകളാണ്, ജാറങ്ങളാണ്. അവിടെയാണ് എല്ലാ തരത്തിലുമുള്ള ആത്മീയമായ തട്ടിപ്പുകളുടെയും ആത്മീയ ചൂഷണങ്ങളുടെയും മേഖലകൾ കേരളത്തിൽ 2-3 ഭാഗങ്ങളിലാണ്. ആ 2-3 ഭാഗങ്ങൾ അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട 2-3 ഇടങ്ങളുണ്ട്. എല്ലാം കൂടി ഇന്നത്തെ സംസാരത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. ചൂഷണം ചെയ്യപ്പെടുന്ന വിശ്വാസികളുടെ വിശ്വാസത്തെ, ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് മക്ബറകളാണ്. ആ മക്ബറകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉറൂസുകൾ, ആണ്ട് നേർച്ചകൾ, ചന്ദനക്കുടങ്ങൾ വിശ്വാസി സമൂഹത്തെ പോക്കറ്റടിക്കാൻ, വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തെ തകർത്തെറിയാൻ പിശാച് കണ്ടെത്തിയ ഏറ്റവും വലിയ മാർഗമായിരുന്നു അത് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് ആത്മീയതയല്ല, അത് മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും നികൃഷ്ടമായ അവസ്ഥയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം നമുക്കറിയാം. കാസർഗോഡ് ജില്ല ധാരാളം ജാറങ്ങളുടെ കേന്ദ്രങ്ങളാണ്. കാസർഗോഡ് ജില്ലയിൽ ധാരാളം കേന്ദ്രങ്ങളുണ്ട്. അങ്ങ് മംഗലാപുരത്തേക്ക് പ്രവേശിക്കുന്ന തൊട്ടടുത്തുള്ള ഉള്ളാൾ മുതൽ ഇങ്ങോട്ടെണ്ണിയാൽ ധാരാളം ജാറങ്ങൾ, ധാരാളം ഖബറുകൾ. കണ്ണൂരും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളുമെല്ലാം ധാരാളം ജാറങ്ങൾ കൊണ്ട് നിബിഡമാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? അവിടുത്തെ ഉറൂസ്, അവിടുത്തെ ആണ്ടുനേർച്ചകൾ, അവിടെയാണ് എല്ലാ തരത്തിലുള്ള തോന്നിയാസങ്ങളും നടക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധിക്കാരം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ജാറങ്ങൾ. അവിടെ എന്തും നടക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ സൗണ്ട് ഒന്ന് ക്ലിയർ ആക്കി വെക്കട്ടോ. ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് യാഹൂത്തങ്ങളുടെ ജാറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ആനയടഞ്ഞു. ഈ ആന ഒരാളെ എടുത്തെറിഞ്ഞു. ആ എടുത്തെറിഞ്ഞ ആള് മരിക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ, അവരുണ്ടാക്കിയെടുക്കുന്ന ഓരോരോ ആശയങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിൽ ആനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു ഇബാദത്തില്ല. ഇസ്ലാം പഠിപ്പിച്ച ഒരിടത്തും ഇല്ലത്. നിങ്ങൾ നോക്കൂ, അവിടുത്തെ ജാറത്തിലെ ആ സന്ദർഭം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഓരോ ദിവസങ്ങളിലും കടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഞാനൊരു സാമ്പിൾ ഒന്ന് വെറുതെ നിട്ടെന്നേ ഉള്ളൂ. അത് മൊത്തം കണ്ടിരിക്കേണ്ട കാര്യം നമുക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ ഓടിച്ചൊന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, അവിടെ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, എല്ലാവരും കൂടി. ഇന്നിപ്പോൾ ഏറെ വലിയ ചർച്ച ആണും പെണ്ണും ഒരുമിച്ച് കൂടാൻ പാടില്ല എന്നാണ് കാന്തപുരത്തിൻ്റെ പ്രസ്താവന. അപ്പോ ആണും പെണ്ണും ഇടകലർന്ന് ഒരുമിച്ച് കൂടുന്ന പരിപാടികളൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. അങ്ങനെയാണെങ്കിൽ ആദ്യം നിർത്തേണ്ടത് ഉറൂസുകളല്ലേ. ആ വിഷയം ഇസ്ലാമികമായി ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷെ കാന്തപുരം അത് പറയാൻ അവകാശമില്ല. കേരളത്തിലെ സമസ്തക്കത് പറയാൻ അവകാശമില്ല. എന്തുകൊണ്ട്? അവരുടെ ജാറങ്ങൾ കാണുന്ന തോന്നിയാസങ്ങൾ, അവരുടെ ഓരോ ജാറങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അവിടെയെല്ലാം ഇതിന് യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ല. പെണ്ണ് പള്ളിയിൽ വന്നാൽ മാത്രമേ കുറ്റമുള്ളൂ. പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കുറ്റാണ്. അതേസമയത്ത് ജാറങ്ങൾ കേന്ദ്രീകരിച്ചു നടക്കുന്ന ഇത്തരം പേക്കൂത്തുകൾ, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ അതിലേക്ക് ആകൃഷ്ടരാവുന്നത്? അതൊരു തരം ചൂഷണമാണ്. കാരണം ആളുകൾക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്ന, ആളുകൾക്ക് തൃപ്തി ഉണ്ടാക്കുന്ന പണികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഡാൻസ് കളിക്കാനുള്ള അവസരം കൊടുക്കുക, ചാടി കളിക്കാനുള്ള അവസരം കൊടുക്കുക, ബാൻഡ് മേള ഉണ്ടാക്കി കൊടുക്കുക, ആനയും അമ്പാരിയും കൊണ്ടുവരിക, ചെണ്ടമേള ഉണ്ടാക്കുക, ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒരുപോലെ ആടിപ്പാടി രസിക്കാനുള്ള സന്ദർഭം കൊടുത്താൽ ആളുകൾക്ക് ഇത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്നൊരു ധാരണ അവരുടെ ഖൽബിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ജാറത്തിൽ ഇത്തരം ചൂഷണങ്ങളിൽ ആളുകൾ വീണുപോകുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, അങ്ങ് കേരളത്തിൻ്റെ അങ്ങേയറ്റം അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, അവിടെ നമ്മൾ കാണുന്നത് കൊടികെട്ട് നേർച്ച എന്ന് പറയപ്പെടുന്ന ഒരു സംഗതിയാണ്. അത് ഭീമാപ്പള്ളിയിലാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവിടെ കൊടി കൊണ്ടുവന്ന് കെട്ടാൻ. ഈ കൊടി കൊണ്ടുവന്ന് കെട്ടുകയും ആ കൊടി ഓരോരുത്തരും തങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഓരോരോ കൊടി കൊണ്ടുവന്ന് കെട്ടി. ആ കൊടി കൊണ്ടുവന്ന് കെട്ടുമ്പോൾ അതുകൊണ്ട് ഇവരുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, തങ്ങളുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും മാറുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ കൊടിയുടെ പിന്നിലും ഒരു ചൂഷണമുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുമുള്ള സാമ്പത്തികമായ നേട്ടം ആ ജാറത്തിലും അനുബന്ധമായ പ്രദേശങ്ങളിൽ നടക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ജാറ ബിസിനസ്സുകൾ എത്ര ശക്തമായി പറഞ്ഞാലും അത് താഴോട്ട് പോകാത്തത്. അതൊരു വലിയ ചൂഷണ മേഖലയാണ്, ഒരു വലിയ ചൂഷണ ഉപാധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജാറങ്ങൾ നിരന്തരമായി നമ്മുടെ നാട്ടിൽ ഉയർന്നു പൊങ്ങുകയും പുതിയ തരം നേർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ ചില മുസ്ലിയാക്കന്മാരൊക്കെ പ്രസംഗിക്കാറുണ്ട്, ഇതോ HDMI ഇളകൊന്നുമില്ല. അപ്പൊ ഈ അടുത്ത കാലത്ത് ചില മുസ്ലിയാക്കന്മാരൊക്കെ ഈ കൊട്ടും പാട്ടും അതുപോലെ തന്നെ ആനയും കരിമരുന്നും ഇതൊന്നും പറ്റൂല, അതൊന്നും ശരിയല്ല എന്ന് ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇവിടെ ഈ ചൂഷണത്തിന് വേണ്ടി ഇവരെന്തൊക്കെയാണ് ദുർവ്യാഖ്യാനിച്ചത് എന്നുകൂടി ഈ കൂട്ടത്തിൽ ഒന്ന് സംസാരിച്ചു പോകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണത്. ആണ്ടുനേർച്ചയും ചില അപവാദങ്ങളും. ആണ്ടുനേർച്ചയും ചില അപവാദങ്ങളും. അപ്പോൾ ആണ്ടുനേർച്ചയും ചില അപവാദങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം കേരളത്തിൽ പുറത്തിറങ്ങി. ആ പുസ്തകം അതിൻ്റെ പ്രസാധകരാരാണ്? പ്രസാധകരെന്ന് വിളിക്കുന്നത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി മെമ്മോറിയൽ, അവരാണ് അതിൻ്റെ പ്രസാധകർ. എഴുതിയാര KM മുഹമ്മദ് കോയ എന്ന് പറയപ്പെടുന്ന ആളാണ്. അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്ത ആളാരാണ്? അവതാരിക എഴുതി കൊടുത്ത ആള് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അതിന് അവതാരിക എഴുതി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? ആണ്ടുനേർച്ചകൾ അനാചാരമാണെന്നും അനിസ്ലാമികമെന്നും പെരുമ്പറയടിച്ച് നടക്കുന്നവരുടെ മായാവലയിൽ കുടുങ്ങി നട്ടം തിരിയുന്നവർക്ക് സത്യാവസ്ഥ ഗ്രഹിക്കുവാൻ ഈ പുസ്തകം ഉപകരിക്കുമെന്നതിൽ പക്ഷാന്തരമില്ല. അന്ന് എഴുതിയ പുസ്തകം. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഈ ജാറ വ്യവസായങ്ങൾ ഈ പറയപ്പെടുന്ന എല്ലാ തോന്നിയാസങ്ങളും നടത്തിക്കൊണ്ട് അവിടെ വരുന്ന ആളുകളെ ചൂഷണം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ പുസ്തകം. ആ പുസ്തകത്തിൽ ഇവർ രേഖപ്പെടുത്തി വെച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പൊ കാണുന്നുണ്ടല്ലോ, അതിൽ കാണാം ചെണ്ടമുട്ട് അനുവദനീയാണോ? ഇപ്പൊ ചില മുസ്ലിയാക്കന്മാരൊക്കെ പറയും ചെണ്ടമുട്ട് എങ്ങനെയാ, അത് മുട്ടാൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. എന്നാൽ അന്ന് കാന്തപുരത്തിന്റെ അവതാരികയോടുകൂടി ഇറങ്ങിയ ഈ പുസ്തകത്തിൽ പറയാൻ ചെണ്ടമുട്ട്, കൂപത്ത് അഥവാ തുടി, അതൊഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടലുകളും ഹലാലാണെന്നതിൽ റാഫി ഇമാമും നബവി ഇമാമും ഒത്തിരിക്കുന്നു എന്ന് മിൻഹാജിലും അതിൻ്റെ ശറഹായ തുഹ്ഫ നിഹായ മുഗ്നി സിറാജുൽ വഹാജ്
മുതലായവയിലും പറഞ്ഞിരിക്കുന്നു. മിൻഹജിന്റെ ഹാഷിയയിൽ അല്ലാമത്തുൽ ബുജൈരിമി തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഈ ജാറങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ആത്മീയ തട്ടിപ്പ്, ഈ ആത്മീയ ചൂഷണം, അതിനുപയോഗപ്പെടുത്തുന്ന ചെണ്ട യഥാർത്ഥത്തിൽ ഇസ്ലാമും അതുമായി വല്ല ബന്ധമുണ്ടോ? ആളുകൾക്ക് കുറച്ച് ഹരണ്ടാകും. എന്താ ഇസ്ലാമും അതുമായുള്ള ബന്ധം? യഥാർത്ഥത്തിൽ മുശ്രിക്കുകളായ ആളുകളുടെ പ്രത്യേകതയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആ വിഷയം വിശദീകരിക്കുകയാണ്. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്ത് ഇല്ലാ മുകാഅൻ വ തസ്ദിയ. കഅബാലയത്തിന്റെ ചാരത്ത് വന്നുകൊണ്ട് ഇബാദത്തെടുത്തിരുന്ന, ആരാധനയെടുത്തിരുന്ന ആളുകൾ, അവരുടെ ആരാധനയുടെ പ്രത്യേകത ഇല്ലാ മുകാഅൻ വ തസ്ദിയ, ചൂളം വിളിക്കുക, മുട്ടും വിളിയും പാട്ടുകളുമൊക്കെയായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകതയെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അത് മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു. എന്നാൽ ഇന്ന് മുസ്ലിങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ അവരതാ ചെണ്ടമുട്ട് അനുവദിച്ചിരിക്കുന്നു. ചെണ്ടമുട്ട് അനുവദം മാത്രമല്ല, ഇനി ഒന്നുകൂടി അതിന്റെ ബാക്കി കാണാം. മഹാന്മാരുടെ മക്ബറ സ്ഥലത്ത് വെച്ച് ചെണ്ടമുട്ട് ജായിസോ മക്റൂഹോ ഹറാമോ വിലങ്ങേണ്ടതോ അല്ല എന്ന് അല്ലാമത്ത് റംലിയോ തങ്ങളോട് ചോദിക്കപ്പെട്ടിരുന്നു. തുടിയല്ലാത്ത എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാകുന്നു എന്നാണ് ശൈഖ് അവറുകൾ മറുപടി കൊടുത്തത്. അപ്പോൾ അനുവദനീയമാണ്. ഇനി നിങ്ങൾ നോക്കൂ, വേറെ ഒരു ചോദ്യവും മറുപടിയും കാണാം. അതേ പുസ്തകത്തിൽ ഒരു ചോദ്യവും മറുപടിയും. നേർച്ചകൾ നടത്തുന്ന സ്ഥലങ്ങളിലും അതിൻ്റെ പരിസരങ്ങളിലും വെച്ച് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കലരുന്നു. ചെണ്ടമുട്ട്, കുഴൽവിളി എന്നിങ്ങനെയുള്ള വാദ്യാഘോഷങ്ങൾ നടക്കുന്നു. കരിമരുന്ന് പ്രയോഗം, ഗാനമേള എന്നിത്യാദികളും സംഘടിപ്പിക്കുന്നു. അങ്ങനെ പലതും നടക്കുന്ന ആ നിശ്ചിത ദിവസങ്ങളിൽ തന്നെ അവിടെ സിയാറത്തിന് പോകേണ്ടതില്ല എന്നിങ്ങനെയാണ് ആണ്ട് നേർച്ചയെപ്പറ്റി നല്ലവരായ ചിലരുടെ ആക്ഷേപം. എന്നാൽ ഇത്തരം വിഷയങ്ങളിലെ ശറഇന്റെ വിധി എന്താ? അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ആലിം അഹമ്മദ് കോയ ചാലിയാത്തി അതിന് മറുപടി പറഞ്ഞു. എന്താണ്? അനുവദനീയമാണ്, ഒരു പ്രശ്നമില്ല. എന്നാൽ ഇന്ന് മുസ്ലിയാക്കന്മാർ, ചില ആളുകൾ, മുജാഹിദുകൾ ശക്തമായി ഈ ചൂഷണത്തിനെ ചോദ്യം ചെയ്തപ്പോ ഇപ്പൊ ചില ആളുകൾ, മുമ്പൊരാളുണ്ടായിരുന്നു, ആനക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചൊരു മൂലാരുണ്ടായിരുന്നു. ഒരു മുഖാമുഖത്തിൽ ആനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആനക്കെന്താ കുഴപ്പം, ആന ഹറാമാണെന്ന് ഇസ്ലാമിലുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ എന്നാ ചോദിച്ചു. എന്നാൽ ഇതേ ആളുകൾ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയും അത് ജാറത്തിങ്കൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് ഞങ്ങൾ എതിരാണ്. അതിന് ചങ്ങായിമാരെ, ജാറത്തിൽ എന്ത് ആചാരമാ നടക്കല്? ആചാരം ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ അനാചാരത്തിനെതിരാന്ന് പറയാ. അവിടെ അനാചാരം മാത്രമല്ലേ നടക്കുക. കാരണം എന്താ? ജാറത്തിങ്കൽ പോയി അവിടെ ചെല്ലുന്നത് ഖബർ സിയാറത്തിനാണ് എന്ന് പറയുന്നു. യഥാർത്ഥ ഖബർ സിയാറത്ത് അവിടെ അല്ല, അത് യാഹൂത്തങ്ങളെ ഖബറിലല്ല. ഇനി വേറെ ഏതെങ്കിലും തങ്ങന്മാരുടെയോ ബീവിമാരുടെയോ അല്ലെങ്കിൽ വലിയകളെന്ന് നിങ്ങൾ ഗണിക്കപ്പെടുന്നവരുടെയോ ഖബറുകളുടെ അടുത്തല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിലാണ് ഖബർ സിയാറത്ത് നടക്കുക. കാരണം ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ആ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ. ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു, ഇപ്പൊ നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. എന്തിനാ? ആടാനാണോ?
പാടാനാണോ? അവിടെ പോയി എന്തെങ്കിലും പട്ടിട്ട് മൂടാനാണോ? അവിടെ തിരികത്തിക്കാനാണോ? അവിടെ മറ്റെന്തെങ്കിലും നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനാണോ? അതൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. അത് ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണ് ഖബർ സിയാറത്ത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതൊരിക്കലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആസ്വാദനത്തിന് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കി തരുന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, ഫഇന്നഹാ തുദ്മിഉൽ ഐന വതുറഖിൽ ഖൽബ്, കൽബിന് ഹൃദയത്തിന് നിർമ്മലതയുണ്ടാക്കുന്നതാണ്, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ കാരണമാണ്. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഇത്തരം സിയാറത്തുകളിൽ നിന്ന് മാറി ഇപ്പം എന്തായി? അവിടെ ആനയുണ്ട്, അവിടെ കുഴൽവിളിയുണ്ട്, ചെണ്ടമുട്ടുണ്ട്, എല്ലാ തരത്തിലുമുള്ള ആർഭാടത്തോടെ, എല്ലാ തരത്തിലുമുള്ള ആഹ്ലാദത്തോടെ അങ്ങനെയാണ് ജാറങ്ങളിലെ ഉത്സവം നടക്കുന്നത്. അതൊരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അത് ഈ വിശ്വാസി സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സാധനം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആശയമേ അല്ല. ഖബർ കെട്ടിപ്പൊക്കൽ ഇസ്ലാമിനെതിരാണ്, അത് ചൂഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതാണ് ശരിക്ക് ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരാണ് ഈ സമൂഹത്തിൽ അതുണ്ടാക്കി വെച്ചത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചൂഷണങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നു. അവിടെ നമുക്ക് കാണാം, ചില ആളുകളൊക്കെ പറയും ഇത് ചൂഷണമല്ല, ഇത് മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ്, ആ കഴിവിലൂടെ അവർ നമ്മളെ സഹായിക്കും, അവർ നമുക്ക് ഖൈറ് നൽകും, അവർ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റും, അവർ നമ്മുടെ രോഗങ്ങൾ മാറ്റും എന്ന് തുടങ്ങുന്ന ചില വർത്തമാനങ്ങൾ ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതെന്താ? ജാറത്തിൽ കിടക്കുന്ന ഒരാൾക്ക്, അത് പ്രവാചകനാവട്ടെ, ഇനി വലിയെന്ന് വിളിക്കപ്പെടുന്നവരാവട്ടെ, ആരും ആവട്ടെ, അവർക്കാർക്കും തന്നെ നമ്മൾക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്തു തരാൻ സാധ്യമേ അല്ല. നമ്മുടെ ഒരു പ്രയാസം നീക്കിത്തരാൻ ജാറത്തിൽ കിടക്കുന്ന ശൈഖിന് കഴിയില്ല. ആളുകൾ ചെന്നിട്ട് വിളിക്കും, ആളുകൾ വിളിച്ചു പറയും. ഇപ്പൊ അവിടെ CM മടവൂരിനെ കുറിച്ച് പറയുന്നില്ല, ആലത്തിനൊളിമിന്നും കതിർകത്തി തെളിഞ്ഞുള്ള സുൽത്താനുള്ള ആരിഫായ നൂറേ ശൈഖ്, ആശിക്കുകൾ കാരം നീട്ടി കരുണക്കായിരക്കുന്നു സയ്യിദി CM കുത്തുബോരേ. ഇതാ ഞങ്ങൾ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് വിളിക്കാണ്. അങ്ങ് വിവാഹപ്പള്ളിയിൽ നിന്ന് വിളിക്കാറുണ്ടല്ലോ, ഉമ്മ ഉമ്മ ഭീമാ ഉമ്മീച്ച, ഒരു കുമ്മനമായി വന്നു ഉമ്മീച്ച, ദീനം രോഗം മാറാ ദുഃഖവുമായി ദർഗാ മുന്നിൽ വന്നു ഉമ്മീച്ച. ഉമ്മ ഇതാ ഞങ്ങൾ വന്നിരിക്കുക, ഞങ്ങളെ ദർഗയിൽ പ്രയാസമുണ്ട്, തീരാത്ത ദുഃഖമുണ്ട്, വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്. എന്തു വേണം? കാവലായി മാറേണം ഭീമാ ഉമ്മീച്ച, കാവലായി മാറേണം ഭീമാ ഉമ്മീച്ച. ഞങ്ങൾക്ക് കാവലാവണം ഉമ്മ, നിങ്ങൾ കാവലാവണം. ഇങ്ങനെ ഒരു ധാരണ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ നട്ടുപിടിപ്പിച്ചു. എന്തിനാണ്? അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ. ഒരല്പം ചിന്തിച്ചാൽ പോരെ? ഇല്ല, നടക്കില്ല. അങ്ങനെ ഒരു സംഭവമേ നടക്കില്ല.
എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഈ മനുഷ്യന്മാർ? കൊടുത്ത കഴിവുണ്ട് എന്നാ പറയാ, കൊടുത്ത കഴിവുണ്ട് എന്ന്. ഇനി ഒരു പോയിന്റ് ഞാൻ രണ്ട് വർത്താനം പറയട്ടെ. കൊടുത്ത കഴിവുണ്ട് നോക്കാം. കൊടുത്ത കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ കുറ്റക്കാരനാണോ അല്ലേ? ഹലോ, ചോദ്യങ്ങളോടാണ്. എനിക്കൊരു കഴിവുണ്ട്, ഞാൻ ഉദാഹരണം പറയാം. ഈ റോഡിന്റെ വക്കില്, ഈ റോഡിന്റെ സൈഡിൽ ഞാൻ നിൽക്കാൻ, ആ റോഡിലേക്ക് ഒരു ചെറിയ കുഞ്ഞിങ്ങനെ എഴഞ്ഞ് അഥവാ നീന്തി, അതിങ്ങനെ ചെറിയ കുട്ടിയാണ്, അതിങ്ങനെ റോഡിലേക്ക് കയറുന്നു. ഞാൻ കാണുന്നു. എൻ്റെ കൈക്ക് കഴിവുണ്ട് ഇല്ലേ? കഴിവില്ലേ? ഉണ്ട്. തളർന്നിട്ടില്ലല്ലോ? ഇല്ല. എൻ്റെ കാലിനും കഴിവുണ്ട്, നടക്കാൻ കഴിയുമല്ലോ? കഴിയും. അങ്ങനെയുള്ള ഞാൻ ആ കുട്ടി അതിലേക്കിങ്ങനെ തൻ്റെ കാലുകളും കൈയും ചേർത്ത് വെച്ച് എഴഞ്ഞ് അല്ലെങ്കിൽ നീന്തി അതങ്ങനെ മുന്നോട്ട് പോകുന്നത് കണ്ടാൽ, ഞാൻ, എനിക്ക് കഴിവുള്ള ഞാൻ ആ കുട്ടിയെ പിടിച്ചില്ലെങ്കിൽ, ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഞാൻ കുറ്റക്കാരനാണോ അല്ലേ? നിങ്ങൾ പറയും. കുറ്റക്കാരനാണ്. ഉറപ്പാണല്ലോ. ആ, എന്തുകൊണ്ടാണത് കുറ്റക്കാരനായത്? എൻ്റെ റബ്ബ് എൻ്റെ കൈക്ക് ചലിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് ഇല്ലേ? ആ കൈ എങ്ങനെ ചലിപ്പിക്കണമെന്ന് എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. എനിക്ക് ഇഖ്തിയാറും തന്നു. ഏത് രൂപത്തിലും ചലിപ്പിക്കാനും ചലിപ്പിക്കാതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട് എൻ്റെ റബ്ബ്. അത് ഞാൻ ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പേരിൽ എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കും. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ ജാറത്ത് കിടക്കുന്ന ആൾക്ക് ഇത് ബാധകല്ലേ? ജാറത്തിൽ കിടക്കുന്ന ആൾക്ക്, അയാൾക്ക് എന്തെങ്കിലും ഒരു അസാധാരണ കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് വെക്കാം. അങ്ങനെയെങ്കിൽ ആ ജാറത്തിൽ വരുന്ന ഒരാള് അവിടെ ഒരു അപകടത്തിൽപ്പെട്ട് പ്രയാസപ്പെട്ടാൽ, മരിച്ചാൽ, ഇവൻ കുറ്റക്കാരനാണോ അല്ലേ? എന്താ മുണ്ടാത്ത്? കുറ്റക്കാരനല്ലേ? നമുക്കറിയാം, നമ്മളെ നാട്ടിലൊക്കെ പറയും, നാട്ടിലെത്തിയാൽ ആളുകൾ ഏറ്റവും കൂടുതൽ പോണ സ്ഥലം ഏർവാടി, മുത്തുപ്പേട്ട, നാഗൂർ, സിയാറത്ത് ടൂർ ഇങ്ങനെ നടക്കുക നമ്മളെ നാട്ടിൽ. പലതരത്തിലോ എന്തൊക്കെയാണ് ഈ മുസ്ലിയാക്കന്മാർക്ക് ചൂഷണത്തിന് എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ? മക്കത്ത് എന്നാൽ പള്ളി പോണ്ടാന്ന് പറയും. കണ്ട മലയും കുന്നും ഒക്കെ കൊണ്ടടക്കും. 1 റിയാലിന് 2 റിയാല് 3 റിയാല് 4 റിയാല് അങ്ങനെ കിട്ടാവുന്നിടത്തോളം ഉംറയും ചെയ്യിപ്പിക്കാം. എത്ര ഉംറ ചെയ്തു? ഞാനാ വന്നിട്ട് എത്ര ദിവസമായി? 5. എത്ര ഉംറ ചെയ്ത്? 20 ഉംറ. 20ആ? നിങ്ങളെത്ര ചെയ്തു? ഞാൻ 1. അങ്ങനെ ചോദിക്കും. എന്താ കാര്യം? ഇത് ചൂഷണമാണ് എന്ന് ഈ പാവങ്ങൾക്ക് തിരിയണില്ല. അപ്പൊ എന്തിനാണിത് കൊണ്ടുവന്നത്? ഇങ്ങനത്തെ 100 കണക്കിന് ചൂഷണങ്ങൾ ഈ മുസ്ലിയാക്കന്മാർ. എന്നിട്ട് കാറ്റലോഗ് ഇറക്കാണ്. കേരളത്തിൻ്റെ റുകയിൽ നിങ്ങൾ പോയി വരുമ്പോൾ പോയ വഴി മറന്നിടാതെ വീണ്ടും വരുമോ? പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പോകും വഴിയിൽ പടച്ച റബ്ബിനെ മറന്നിടാതെ വീണ്ടും വരുമോ? പാട്ടാണ് മൂലമാർ. കാറ്റലോഗ് കണ്ട. പൊന്നാനി വലിയ ജാറത്തിൽ ജൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹ്, പുറക്കാട്ട് കടപ്പുറത്തടങ്ങിയ അറബി സയ്യിദ് റളിയല്ലാഹ് എന്നിങ്ങനെ തുടങ്ങുന്ന ഓരോരുത്തരുടെയും കാറ്റലോഗ്. അങ്ങ് പോകുമ്പോൾ ഇവിടെയൊക്കെ കയറിട്ടേ പോകട്ടോ, മറക്കാതെ കയറിക്കോണമെന്നാണ്. അപ്പൊ മൊയ്ലാമാര് ഈ ആളുകൾ ഇങ്ങനെ ഒരു ചൂഷണ ഉപാധി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അവിടെ നിങ്ങോട്ട് തള്ളി മറിക്കാൻ, ഓ അവിടെ ചെന്നാൽ ഭയങ്കരം, ഇവിടെ ചെന്നാൽ ഭയങ്കരം. ഒന്നുമില്ല. ഉദാഹരണം പറയട്ടെ. അങ്ങ് ഏർവാടി ദർഗയിൽ ഇബ്രാഹിം ബാദ്ഷാ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ വലി എന്നാ പറയാം, അദ്ദേഹത്തിന്റെ ജാറത്തിൽ മനോരോഗം കാരണം അവിടെ കൊണ്ടുപോയി ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന 100 കണക്കിന് രോഗികൾ, പ്രയാസമനുഭവിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ഒരു രാത്രിയിൽ തീ പടർന്നു പിടിക്കുന്നു. ചങ്ങലയിൽ ബന്ധനസ്ഥരായി കിടക്കുന്ന രോഗികൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വാവിട്ട് നിലവിളിച്ച് കൂക്കി വിളിച്ചിട്ടൊന്നും ആരും സഹായത്തിനെത്താതെ അവിടെ കിടന്ന് കരിഞ്ഞു വീഴുന്നത് പ്രിയപ്പെട്ടവരെ സങ്കടത്തോടെ അല്ലാതെ കാണാൻ കഴിയുമോ നമ്മൾക്ക്? ഞാൻ പറയാണ്, ആ ജാറത്തിൽ കിടക്കുന്നയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവ്
അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഈ തീ അണക്കാൻ അയാൾ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ, അതിനുള്ള സൗകര്യം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ റബ്ബിന്റെ അടുത്ത് കുറ്റക്കാരനാണ് എന്ന് നമ്മൾക്ക് ബോധ്യമാകുന്നില്ലേ? എന്താ ചിന്തിക്കാത്തത്? അങ്ങനെ ഒരല്പം ചിന്തിച്ചാൽ മതി, ഈ ചൂഷണത്തിനൊക്കെ ഇങ്ങോട്ട് പോരാൻ പറ്റും. മനസ്സിലായോ? ഒരല്പം ചിന്തിച്ചാൽ മതി, ഈ ചൂഷണത്തിൽ നിന്ന് പോരാൻ കഴിയും. അപ്പോ പ്രിയപ്പെട്ടവരെ, അപ്പോ ഒന്നാമത്തെ ഭാഗം അതാണ്. ഇനി ഞാനത് കൂടുതൽ കൊണ്ടുപോകല്ല. രണ്ടാമത്തത്, മുസ്ലിം സമുദായത്തിന് ചൂഷണം ചെയ്യാൻ, ആത്മീയമായി ചൂഷണം ചെയ്യുന്ന മേഖലയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് കോവിഡാനന്തരം അല്ലെങ്കിൽ കോവിഡിന്റെ സന്ദർഭം മുതൽ ഇങ്ങോട്ട് ധാരാളമുള്ളതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരന്തരമായ മനുഷ്യ സമൂഹത്തിന്റെ വിശ്വാസത്തെ തകർക്കുക മാത്രമല്ല, മനോനില തെറ്റിക്കുക വരെ ചെയ്യാൻ. എത്ര സംഭവങ്ങൾ! ആ സംഭവങ്ങളിലേക്കൊന്നും ഞാൻ കടക്കണില്ല. ഞാൻ ഒരു രസം പറഞ്ഞു തരട്ടെ. ഇത്തരം ചൂഷണം എവിടെ കൊണ്ടെത്തിക്കുന്നുള്ളത്. ഒരു ഉമ്മണ്ട്, തൻ്റെ വീട്ടിലെ ടി വിൻ്റെ അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തൻ്റെ വീട്ടിലെ ടി വിയിൽ, ആ ടി വിയിലാണ് ഈ പ്രോഗ്രാം കാണുന്നത്. അപ്പം ടി വിയുടെ അടിയിൽ കൊണ്ടുപോയി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ചോദിച്ചു, എന്തിനാ അത്? അത് ഉസ്താദ് എന്ത് ചെയ്യും, മജ്ലിസിൽ ഇങ്ങനെ ദുആ ദിക്ർ പറഞ്ഞിട്ട് മൂപ്പർ അവിടെ വെള്ളത്തിൽ ഊതും. അപ്പം ആ ഊത്തവിടെയും കിട്ടും. ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മനുഷ്യന്റെ മാനസിക നില തെറ്റിപ്പോയതേ. എന്നിട്ട് അവിടെ മൂപ്പര് ഇങ്ങനെ ഊതുമ്പോ ഈ ഉമ്മ ഈ വെള്ളം ഉസ്താദ് ഊതിയ വെള്ളമാണെന്ന് പറഞ്ഞാട്ട് കുടിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്മാരുടെ തല, അവരുടെ ബുദ്ധി, അവരുടെ വിവേകം ഇവരെത്രത്തോളം ചൂഷണം ചെയ്തു ഇല്ലേ? എന്തൊക്കെയുണ്ട്? അറിവിൻ നിലാവ്, പിന്നെ നൂറേ നിലാവ്, എന്തൊക്കെയോ സാധനങ്ങൾ ഓരോ മുലാമാരുണ്ടാക്കാണ്. നല്ല പണിയല്ലേ? ഈ അടുത്ത കാലത്ത് ഒരുത്തം പ്രസംഗിച്ച് ഓൻ പുതിയ അവതാരമായിട്ട് വന്നതാണ്. കാരണം വേറെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ആളെ കിട്ടുവേ, അതിനൊക്കെ ഉണ്ടാവും ആള്. ഇവൻ തട്ടിപ്പിന്റെ ആളാണ്, ഇവർ ചൂഷണമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില സംഗതികളിലേക്ക് ഞാൻ വിരൽ ചൂണ്ട, പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്താണ് എൻ്റെ പേര്? ഇതെന്താ അറിയോ? അൽ മഫാസ്. ഓർമ്മയുണ്ടോ ഈ സാധനത്തെ? ഓർമ്മയുണ്ടോ? അൽ മഫാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാളയം, തിരുവനന്തപുരത്ത് പാളയം പള്ളിയിലെ ഇമാമായിരുന്ന ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി, അദ്ദേഹം പുറത്തിറക്കിയതാണ് ഈ സാധനം. കുറേ ഉണ്ട് ഈ സാധനം. ഇതിൻ്റെ പേര് ഇത് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? TV-യിൽ സ്പോൺസേർഡ് പ്രോഗ്രാമും ചെയ്തിരുന്നു. ഈ സംഗതി യഥാർത്ഥത്തിൽ ഇപ്പൊ ഇതിനെ കുറിച്ച് ഒരു അറിവില്ല. അപ്പൊ ഇതിന്റെ എഫക്റ്റ് പോയി എന്നാ തോന്നുന്നത്. ഞാനതിൽ ഒറ്റ ഉദാഹരണം പഠിച്ച് പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ ഇത് തീർത്തരാം. പിന്നെ ഇതിൻ്റെ ഈ പുസ്തകത്തിൽ ഇതുപോലെ കുറേ പുസ്തകം എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇതിലെ 54-ാമത്തെ പേജ്, ആരും അനുകരിക്കരുത്, ആരും ചെയ്യരുത്. പക്ഷെ ഞാൻ ഇത് പരിപാടിക്ക് വേണ്ടി മാത്രം വായിക്കാൻ. ഒരു ചോദ്യമാണ്, എന്താ അറിയോ? ദുബൈയിലുള്ള ഭർത്താവ് പല തവണ ഡ്രൈവിംഗ് ലൈസൻസിനായി ശ്രമിച്ചിട്ടും ലഭിച്ചിട്ടില്ല. അത് ലഭിക്കാനായി എന്ത് ചെയ്യണം? 2 പെണ്ണുങ്ങളെ ചോദ്യമാണ്. ആരൊക്കെയാണ്? തെസ്ലീന വണ്ടൂർ, ഫാത്തിമ നീലേശ്വരം. നിങ്ങളെ നാട്ടുകാരിയാണ്. അതെ. അപ്പൊ 2 പെണ്ണുങ്ങൾ ചോദിക്കാണ്, എന്താ പ്രശ്നം തന്നെയാണ്. ഭർത്താവ് ദുബൈയിലാണ്, പക്ഷെ മൂപ്പര് എത്ര ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും? ദുബൈയിലാണ് കളിയെ. അവിടെ എന്ത് ചെയ്യുന്നില്ല, ലൈസൻസ് കിട്ടുന്ന അതിനെന്ത് ചെയ്യണം? അപ്പൊ മൂപ്പരെ മറുപടിയാ സൂറത്ത് അൻഫാലിലെ 66-ാമത്തെ ആയത്ത്, الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم 100 صابرة يغلبوا 200 وإن يكن منكم 1000 يغلبوا 2000 بإذن الله
വല്ലാഹു മഅസ്സാബിരീൻ. അറിയുന്നവർക്കറിയാം ഇതെന്തിനാ ഇറങ്ങിയതെന്ന്. ഇതങ്ങോട്ട് ഓതിക്കഴിഞ്ഞാൽ എങ്ങനെ ഓതണം? എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 3 തവണ ഓതുക. വെള്ളിയാഴ്ച അസറിന് ശേഷം തുടങ്ങുക. അടുത്ത വെള്ളിയാഴ്ച ജുമുഅ കഴിയുന്നത് വരെ എല്ലാ നമസ്കാര ശേഷവും ഓതി ദുആ ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതാണ്. എങ്ങനെയുണ്ട്? ഇത് ഓതിയിട്ട് കുത്തിരിക്ക. ഇതെന്താ വിഷയം? ആയത്തിൽ എന്താ ഉള്ളത്? ആയത്ത് വിശ്വാസികളോട് അല്ലാഹ് പറയാൻ, അൽ ആന ഖഫഫല്ലാഹു അൻകും, ഇപ്പോഴിതാ നിങ്ങൾക്ക് നാം ലഘൂകരിച്ചു തരുകയാണ്. വഅലിമ അന്ന ഫീകും ളഅഫാ, അവൻ അറിയുന്നുണ്ട് നിങ്ങളിൽ ദുർബലരായ ആളുണ്ടെന്ന്. ഫയകും മിൻകും മിഅത്തുൻ സ്വാബിറത്തുൻ, നിങ്ങളെ കൂട്ടത്തിൽ ക്ഷമിക്കുന്ന 200 ആളുണ്ടെങ്കിൽ യഗ്ലിബൂ മിഅതൈൻ, 200 ആളെ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വയകും മിൻകും അൽഫുൻ, ഇനി നിങ്ങളെ കൂട്ടത്തിൽ 1000 ആളുണ്ടെങ്കിൽ യഗ്ലിബൂ അൽഫൈനി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം 2000 ആളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നതാണ്. വല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അല്ല ഡോക്ടറെ, ഇതും ഡ്രൈവിംഗ് ലൈസൻസ് തമ്മിൽ എന്താ ബന്ധം? മനസ്സിലായോ? ഈ മൂപ്പരിങ്ങനെ ഇത് അടിച്ചിങ്ങനെ വിടാണ്. നമ്മൾ പോകുന്ന പല വീട്ടിലും കാണാം ഈ സാധനം. ഈ പെണ്ണുങ്ങൾ ഇതെടുത്ത് ഇങ്ങനെ വായിച്ചു കുത്തിരിക്കാണ്. ചിലരൊക്കെ കാണാം 10,000 ഫാത്തിഹ ഓതുക, 10,000 1,00,000 ഖുൽ ഹുവല്ലാഹ് ഓതുക എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇങ്ങനെ ചെറുത്തും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനൊരു വ്യാജൻ ഇറക്കി, ഇതിനൊരു വ്യാജൻ വേറെ ടീം ഇറക്കി. അപ്പം മൂപ്പര് ലൈവിൽ വന്നിട്ട് പറയാണ്, ഇതിന് നമ്മുടെ അൽമഫാസിന് ഒരു വ്യാജ പതിപ്പ് ചില ആളുകൾ ഇറക്കിയിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഈ ഒറിജിനൽ വെച്ച് പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് കാര്യം നടക്കൂ, മറ്റേത് കൊണ്ട് ധരിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂല. നോക്ക്, വ്യാജനാണെങ്കിലും ചൊല്ലണ്ട ആയത്തൊന്നു തന്നെയല്ലേ അല്ലേ? ചൊല്ലണ്ട ദിക്റൊന്നു തന്നെയല്ലേ? ആ വ്യാജനാവട്ടെ ഒറിജിനൽ ആവട്ടെ ചൊല്ലുന്നത് അല്ലാഹുവിൻ്റെ ഖുർആനല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് പക്ക ചൂഷണം, പക്ക ചൂഷണം. ഇനി അടുത്ത നോക്കുങ്ങൾ, ഇത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സാധനമാണത്. ഇതെന്താ വായിക്കാൻ കിട്ടുന്നില്ല. ആ മജ്ലിസുന്നൂർ എന്നാ പറയാ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സാധനമാണിത്. ഇതൊരു പുതിയ തട്ടിപ്പാണ്. ഇതിൽ ബദരീങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്? സഹായം തേടാൻ. ആ ബദരീങ്ങളെ വിളിച്ചിട്ട് സഹായം തേടുമ്പോൾ ഇതിനിടക്ക് പുട്ടിന് പീരയിടുന്ന മാതിരി ഉണ്ടാവും. എന്ത്? ഇടയ്ക്കൊരു വർത്തമാനം. അതെന്താ? ബദരീങ്ങളെ പേരിങ്ങനെ പറയാ. എന്നിട്ടിങ്ങനെ പറയും, എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ഇതിങ്ങനെ കാണാം. കുറച്ചും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ വീണ്ടും കാണാം, ദാഹം ഔത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ എന്നിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇറക്കിയ മജ്ലിസുന്നൂർ എന്ന് പറയപ്പെടുന്ന ഈ മജ്ലിസ്, ആലോചിക്കണേ, ബദരീങ്ങൾ ആരാണെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല. ഇവരെന്താ പറയാ? പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പഠിച്ചോ, ബദരീങ്ങൾ വന്നോളൂ എന്നാ പറഞ്ഞത്. ഞാൻ ഒരൊറ്റ ആളെ കുറിച്ച് നിങ്ങളോട് പറയാം. ബദർ ശുഹദാക്കളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ ആളുകളുടെ ചരിത്രം പഠിച്ചാൽ ഏതൊരാൾക്കും നിങ്ങളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല. ഞാനൊരു സംഭവം പറയട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ബദർ ശുഹദാക്കൾ, ബദരീങ്ങൾ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യുദ്ധം ചെയ്യാൻ അല്ലാഹുവിൻ്റെ തീരുമാനം വന്നിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അൻസാറുകളും മുഹാജിറുകളും ഇരിക്കുന്ന സദസ്സിൽ നിന്ന്
അതാ എഴുന്നേറ്റു നിൽക്കുന്നു മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഈ പേര് നിങ്ങൾ ശരിക്കും ഓർത്തു വെച്ചോ. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇതാ ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, അതേ നന്ദികെട്ട ജൂതന്മാര് പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങളിവിടെ ഇരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല നബിയേ. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. ഇങ്ങനെ പറഞ്ഞ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ബദർ പോരാട്ടം കഴിഞ്ഞ് പിന്നെയും കാലങ്ങൾ കഴിഞ്ഞാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ഭയങ്കര വയറുള്ള ആളായിരുന്നു. ഭയങ്കര വയറുണ്ട്. അങ്ങനെ വലിയ വയറുള്ളത് കൊണ്ട് ഒരിക്കൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് റോമക്കാരനായ ഒരു അടിമ വന്നിട്ട് പറഞ്ഞു, മിഖ്ദാദേ, നിങ്ങൾക്ക് വല്ലാത്ത വയറുണ്ടല്ലോ, അപ്പോ ഞാൻ എന്ത് ചെയ്യാം, ഞങ്ങളുടെ നാട്ടിൽ ഒരു ചികിത്സ ഉണ്ട്, വയറിൻ്റെ അടിഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് കൊഴുപ്പെടുത്തു കളയും, അപ്പം നിങ്ങളെ വയറ് കുറയും, തയ്യാറാണോ എന്ന് ചോദിച്ചു. ശ്രദ്ധിച്ചോണേ. ഏറെ മികന്തുള്ളേ പേറ്റ് വരുത്തത്തിൽ ഇന്ത്യ സ്വഹാബികൾ പെരീനെ ഓതുകിൽ കൂറി മൂടിയും മോനം പള്ള തന്നിന്ന് കുട്ടി പിറക്കലിൽ ഇല്ല ശക്കെന്നോവർ. നമ്മുടെ നാട്ടിലൊക്കെ പാടാൻ വല്ലാതെ പ്രയാസപ്പെട്ട് വയറ് പ്രസവം നടക്കാതിരുന്ന ആരെ വിളിച്ചാൽ മതി? ബദരീങ്ങളെ വിളിച്ചാൽ മതി. ആ വിളിച്ച് തീരുന്നതിന് മുമ്പ് ബദരീങ്ങൾ വരും, പ്രസവം എടുക്കും, ക്ലിയറാക്കും, സംഗതി നടക്കും. എന്നറിഞ്ഞോ? നിങ്ങളാ വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലെ ആൾ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. ആ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു കിടന്നു കൊടുക്കുകയാണ്. റോമക്കാരനായ അടിമ അദ്ദേഹത്തിന്റെ വയറിന്റെ അടിഭാഗം പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് ആ വയറ്റിൽ നിന്ന് ഇങ്ങനെ കൊഴുപ്പ് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാവുകയാണ്. തടുക്കാൻ കഴിയാതെ റോമക്കാരനായ അടിമ ബേജാറാവുകയാണ്. അല്പനേരം പല പണിയും ചെയ്തു അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവിടെ കിടന്ന് ചോരവാർന്നിട്ടാണ് ബദർ പോരാളിയായ മഹാനായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ മജ്ലിസ് നൂർ നടത്തി തട്ടിപ്പ് നടത്തുന്ന, മജ്ലിസ് നൂർ നടത്തി ആത്മീയ ചൂഷണം നടത്തുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ ചൂഷണം നിങ്ങൾ നിർത്തണം. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ പേരിൽ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണ്. ബദർ പോരാട്ട ഭൂമിയിൽ നിന്ന് ഒരു തരത്തിലുള്ള അസാധാരണ കഴിവുകളും അവർക്ക് ലഭിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രണ്ട്, ഇനി പറഞ്ഞ ഇഷ്ടം പോലെ പറയാനുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, മറ്റൊന്നാണ് സ്വലാത്ത്. സ്വലാത്ത് മജ്ലിസുകൾ ധാരാളം ഉണ്ടായി. കേരളത്തിൽ ആദ്യത്തെ സ്വലാത്ത് മജ്ലിസ് എവിടെ ഉണ്ടായി എന്നറിയോ? ഹലോ, കേരളത്തിലെ ഇസ്ലാം വന്നിട്ട് കുറെ കാലമായല്ലോ അല്ലേ? പിന്നെ ഇസ്ലാം വന്നിട്ട് കേരളത്തിൽ ധാരാളം കാലമായി. എന്നാൽ ഇസ്ലാം കേരളത്തിൽ വന്നിട്ട് സ്വലാത്ത് മജ്ലിസ് എന്നാണ് കേരളത്തിൽ തുടങ്ങിയത്? എന്നാണ് കേരളത്തിൽ സ്വലാത്ത് മജ്ലിസ് തുടങ്ങിയത്? ദാ എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര് സ്വലാത്തിൻ്റെ പുണ്യം, PPA കുട്ടി ദാരിമി. അയാൾ എഴുതുകയാണ്, ഈ കേരളത്തിൽ ഇത് തുടങ്ങിയത് എന്നാണ്? കേരളത്തിൽ തുടങ്ങിയതാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ വായിക്കാം. കേരളത്തിലെ ആദ്യത്തെ സ്വലാത്ത് മജ്ലിസ് മമ്പുറം മക്കാമിലേതായിരിക്കാനാണ് സാധ്യത. കേരളത്തിലെ ആദ്യത്തെ സ്വലാത്ത് മജ്ലിസ് എന്നുള്ളത് മമ്പുറം മക്കാമിലാണെന്നാണ്. അതും ഒരു സാധ്യത മാത്രമാണ്. അതിനു മുമ്പ് ഈ പരിപാടിയില്ല. സ്വലാത്ത് ആളുകളെ വട്ടം കൂട്ടിയിരുന്ന് സ്വലാത്തിന്റെ പേരിൽ എന്തൊക്കെ തട്ടിപ്പാണ് റബ്ബേ. അതിന് കൂരിക്കുഴി ഒരു സ്വലാത്ത്, പിന്നൊരു സ്വലാത്ത് മജ്ലിസ്, പിന്നെ മുട്ടിപ്പടി സ്വലാത്ത്, അങ്ങനെ പലതരത്തിലുള്ള സ്വലാത്ത്. പൈസ വേണോ?
പുതിയ ട്രെൻഡാണ്. അതിപ്പോൾ മറ്റവരും കണ്ടുപിടിച്ചെന്ന് തോന്നുന്നത്. മറ്റവരും കണ്ടുപിടിച്ച് ഒരു സമാധിയാക്കാൻ തുടങ്ങി. ഈ അടുത്തൊരു വ്ളോഗർ ഇങ്ങനെ പറയുന്നുണ്ട്, മൂപ്പരും ഈ സമാധിയായ ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ നോക്കിക്കോളീൻ, ഇത് വെച്ചടി കേറ്റായിരിക്കുമെന്ന്. ഉറപ്പല്ലേ? കാരണം ഇതൊക്കെ ചൂഷണല്ലേ. ആളുകളുടെ സമ്പത്തും അവരുടെ അഭിമാനവുമെല്ലാം ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇനി ലോകത്ത് ആദ്യമായി മജ്‌ലിസ് ഉണ്ടാക്കിയ ആളാരാണ്? ലോകത്ത് ആദ്യമായി സ്വലാത്ത് മജ്‌ലിസ് ഉണ്ടാക്കിയ ആളാരാണ്? അതിനെക്കുറിച്ച് കൃത്യമായി ഇവർ എഴുതി കാണാം. നൂറുദ്ദീനു ശൗനി, മജ്‌ലിസിന്റെ പിതാവ്. നൂറുദ്ദീൻ ശൗനി എന്ന് പറയപ്പെടുന്ന ഒരു സൂഫി പണ്ഡിതനാണ് മജ്‌ലിസിന്റെ പിതാവ്. അതിനു മുമ്പ് ലോകത്തൊരിടത്തും സ്വലാത്ത് മജ്‌ലിസ് എന്ന് പറയപ്പെടുന്നതില്ല. ആളുകളെ പറ്റിക്കാനും അവരുടെ പൈസ പോക്കറ്റടിക്കാനും വേണ്ടിയാണ് ഇത്തരം സംഗതികൾ ഉണ്ടാക്കിയത്. ഇനി ഞാൻ ഒന്നും കൂടെ പറയാം. മറ്റൊന്നാണ് അസ്മാ തൽസമാത്ത്, മന്ത്രവാദ ചികിത്സകൾ. നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ്. നമ്മളൊക്കെ അതും അതിൻ്റെ അപ്പുറമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. മനസ്സിലായ? അസ്മാവും തൽസമാത്തും അതിൻ്റെ അപ്പുറമൊക്കെ എന്ന് പറഞ്ഞാൽ പല കിതാബുകൾക്കും ഇജാസത്ത് ഇപ്പോഴും ഉണ്ടട്ടോ. എനിക്ക് ഇജാസത്ത് മുറിഞ്ഞു പോവുക അറിയില്ല. അതായത് മുജറമാത്തു ദൈറബി എന്ന അസ്മായിൻ്റെ കിതാബിന് ഇജാസത്തുണ്ട് എനിക്ക്. പാമ്പ് കടിച്ച ആളുടെ പാമ്പ് വിഷയിറക്കി കൊടുക്കാനുള്ള ഇജാസത്തുണ്ട് എനിക്ക് കൊളയിൽ നീട്ടിയതാ. ഞാൻ വിചാരിച്ചു മൂപ്പർക്ക് വേണമെന്ന് പറയാം. അഷ്റഫ് അലി ഹസ്രത്ത് എനിക്ക് തന്നതാണ്. അതിന് മന്ത്രിക്കാൻ പോറൊന്നുമില്ല. എന്താണ് അത് മന്ത്രിക്കാൻ? അസ് ബർ ഇസ്നായിസ്ം കഴിഞ്ഞ്. മനസ്സിലായ? സുരിയാനി ഭാഷയിൽ അസ്മാഉൽ ഹുസ്ന ബൃഹത്തി മന്ത്രം എന്ന് പറയാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഇസ്സതി ബൃഹത്തിഹിൻ ബർഹത്തിഹിൻ കരീരിൻ കരീരിൻ തത്ലീൻ തത്ലീൻ തൂറാനിൻ തൂറാനിൻ മസ്ജലിൻ മസ്ജലിൻ ബസ്ജലിൻ ബസ്ജലിൻ തർഹഖ് എന്ന് തുടങ്ങുന്ന ഒരു സാധനമുണ്ട്. ഇതൊക്കെ കുറെ കാലം കൊണ്ടാടുന്നതാണ് നമ്മള്. മനസ്സിലായോ? ശരിക്കും തൽസമാത്ത് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിക് ജ്യോതിഷം എന്നാണ് പറയാ. ഞാനൊരു പുസ്തകം കാണിക്കാം. ഇത് അൽ മുസല്ലസ് ഇസ്മു ചികിത്സ. അൽ മുസല്ലസ് എന്നാണ് പറയാ, ഇസ്മു ചികിത്സ. അപ്പൊ ഈ സാധനം ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യണം? കൃത്യമായി അതിങ്ങനെ എഴുതി കൊടുക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത് സമ്പൂർണമായും തട്ടിപ്പാണ്. 1% പോലും അതിൽ എന്ത് ചെയ്യില്ല. ഞങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കുമ്പോൾ നിങ്ങളെ വീടിൻ്റെ പറമ്പ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണത് ഒരു കുപ്പിയും അതിനകത്തൊരു തകിടും കിട്ടി, തുറക്കൂലേ? ഹലോ, തുറക്കൂലേ? ധൈര്യല്ലേ? ആ. പക്ഷെ അത് കാണുമ്പോഴേക്ക് ബേജാറായി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. അത് തുറക്കാൻ പേടി. തുറന്നു നോക്കി എന്താ ഉള്ളതെന്നറിയോ? അതിനകത്തുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് വേറെ ഒന്നുമില്ല, വേറെ പരിപാടിയൊന്നുമില്ല. അത് ഓരോരുത്തരും ഉണ്ടാക്കിയ ചില സംഗതികൾ മാത്രമാണത്. അതിലൊന്നും കാര്യമില്ല, ഒരു വിഷയമില്ല, ഒരു ബേജാറും വേണ്ട. ഞാനതിൽ 1-2 സാധനങ്ങൾ ഇങ്ങനെ കാണിക്കും, നിങ്ങളതിങ്ങനെ കണ്ടാൽ മതി. മനസ്സിലായോ? കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഇതുപോലെ ചില സാധനങ്ങൾ കാണാം. അത് ഞാൻ വിഷയം പറഞ്ഞുതരാം. ആ, ഇങ്ങനെ കുറേ എഴുത്തുകളൊക്കെ കാണാം. കണ്ടോ? ആ, ഇനി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കുറേ സാധനങ്ങൾ ഇതണ്ട കണ്ടാ, അതൊക്കെ കണ്ടോളാ. ഇതൊക്കെ ഈ സംഗതിയിൽ വരുന്ന സാധനങ്ങളാണ്. ഇനി അടുത്ത് നോക്കിക്കോളൂ. കൂടോത്രം നശിപ്പിക്കാൻ. ഇനി അടുത്ത് ഭാര്യ ഭർത്താക്കന്മാർ രഹസ്യവേഴ്ച ഇല്ലാതാക്കാൻ, ശത്രുവിൻ്റെ നാവടക്കാൻ. ആ, ഇതെന്താണെന്നറിയോ? ഇതാണ് മുസ്ലിയാക്കന്മാർ എഴുതി കൊടുക്കുന്ന ഇഷ്ടപ്പെട്ട പെണ്ണിനെ അടിച്ചു മാറ്റാൻ. അതായത് ഉദ്ദേശിച്ചവളെ ഭാര്യയായി ലഭിക്കാനെന്നാണ്. മനസ്സിലായ? ഈ സാധനങ്ങളൊക്കെ ഇവിടെ
ഈ സമൂഹത്തിൽ നിർബാധം നടന്നിരുന്നു, ഇല്ലേ? നമ്മളൊക്കെ എഴുതി കൊടുത്താണിത്. 3ക്ക് 3, 4ക്ക് 4, 5ക്ക് 5, 6ക്ക് 6, സുലാസി, റുബായി, ഹുമാസി, സുദാസി ഇങ്ങനെ പറയുന്ന ഐക്കല്ലുകൾ അതിൻ്റെ കളം വരച്ച് ഓരോന്നിൻ്റെയും കളമിട്ടിട്ട് നമ്പർ എഴുതി പലതും അതിലേക്ക് എഴുതി കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്കിതിൻ്റെ പൊട്ടത്തിലറിയാലോ, പക്ഷെ വരുന്നവർ ഭയങ്കര സംഭവമായിരിക്കും. ഓല നമ്മളെന്ത് ചെയ്യണം? ശരിക്ക് ഇങ്ങോട്ടിടണം. 3 ചോദ്യങ്ങൾ പഠിച്ചു വെക്കണം ഇതിന്. 3 ചോദ്യങ്ങൾ, ആരെയും വീഴ്ത്താൻ പറ്റുന്ന 3 ചോദ്യങ്ങൾ. കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ചോദിക്കണം, ആകെ പ്രശ്നമാണല്ലേ എന്ന്. സ്വാഭാവികമായിട്ടും പ്രശ്നമില്ലാത്ത വല്ല മനുഷ്യന്മാരും ലോകത്തുണ്ടാ? അംബാനിയുടെ ഒഴിച്ചൊക്കെ മൂപ്പർക്കും പ്രശ്നങ്ങളുണ്ടാവും. രണ്ടാമത്തത്, ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അതെ. പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടല്ലേ? അതെ. അതില്ലാത്ത മനുഷ്യന്മാരാരാ? ഇത് 3ഉം പറയുന്നതോടുകൂടി ഓം വീണ്, ഓം ഫ്ലാറ്റ്. നമ്മൾ ഇതെന്നറിയോ, ഇങ്ങോട്ട് കയറി വരുമ്പം തന്നെ ഇത് കേൾക്കുമ്പോൾ ഇവന് പിന്നെ ചെന്നിട്ട് പറഞ്ഞു, എന്താണ് മൂപ്പര്, പഠിച്ചോനെ ഞാൻ അങ്ങോട്ട് മൂപ്പരെടുത്ത് കയറിയില്ല. അപ്പോഴേക്ക് മൂപ്പര് എല്ലാം പറഞ്ഞിട്ടില്ല. ഇതൊരു കോമൺ പ്രയോഗങ്ങളാണ്. ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീഴും. ആ വീണ് കഴിഞ്ഞാൽ പിന്നെ ഓനെ ഉപയോഗിക്കാൻ നമുക്ക് നല്ല സുഖ. പിന്നെ അവൻ എന്ത് ചെയ്യുക? പലതും കൊടുക്കുക. വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ് ഒളു മുറിയുന്നതിന് മുമ്പ് എഴുതേണ്ടുന്ന ഒരു തകിടുണ്ട്. ആ തകിട് കടയിൽ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പഠിപ്പിച്ചു തരൂല കേട്ടാ. അങ്ങനത്തെ ഒരു തകിടുണ്ട്. അങ്ങനെ ഇത് എഴുതി കൊടുത്താൽ എന്ത് ചെയ്യും? അവൻ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കടയിലൊക്കെ ചെല്ലുമ്പം ഫ്രണ്ടിൽ തന്നെ ഒരു സാധനം ഫ്രെയിം ചെയ്ത് വെച്ചിക്കണ്. അതിങ്ങനെ എഴുതി കൊടുക്കുന്ന സാധനമാണ്. അതിന് ജീവനുണ്ട് കേട്ടാ. ഈ എഴുതിയ സാധനം എന്ത് ചെയ്യുക? ഭംഗിയായിട്ട് എഴുതിയിട്ട് അതിൽ അത്രയൊക്കെ പൂശി, എന്നിട്ട് ആ എഴുതിയത് 3 പ്രാവശ്യം വായിച്ചാൽ മൂപ്പര് ജീവനുള്ളതായി എന്നാണ്. മൂപ്പര് പിന്നെ പണി തുടങ്ങുന്നതാണ്. അങ്ങനെ ഇതവിടെ കൊണ്ടുപോയി വെച്ച് പിന്നെ കാണാം അവിടെ കച്ചവടം കൂടുതലാണ് എന്ന് പറയും. അപ്പോൾ അതേ ഒരു കച്ചവടക്കാരൻ ഇപ്പുറത്തുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഓൻ്റെ കച്ചവടം കുറഞ്ഞില്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഞാനിത് എഴുതി കൊടുത്ത് ഇവൻ അപ്പുറത്തും കൊണ്ടുപോയി വെച്ച് നോക്കുക. ഇപ്പം എന്തായിരിക്കും സ്ഥിതി? പിറ്റേ ദിവസം ഒരു ബേക്കറിയാണ് സങ്കല്പിച്ചോളി. കുട്ടിക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ മറ്റോ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ഇങ്ങനെ വന്ന് ബേക്കറീൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം. കുറേ നേരം നിന്നപ്പോൾ മറ്റേ ആൾ ചോദിച്ചു, എന്താണ് ഇജ്ജ് ഇവിടെ നിൽക്കണ്? അത് ഞാൻ കുട്ടിക്ക് ബിസ്ക്കറ്റ്. എന്നാൽ പിന്നെ ചങ്ങായി, അവിടെ ഒരു ബേക്കറി ഉണ്ട്, ഇവിടെ ഒരു ബേക്കറി ഉണ്ട്, എനിക്ക് കയറിക്കൂടെയെന്ന്. അത് തന്നെയാണ് എൻ്റെ കൺഫ്യൂഷൻ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ യന്ത്രം അങ്ങോട്ട് വലിക്കുന്നു, ഇവിടുത്തെ യന്ത്രം എങ്ങോട്ടും വലിക്കുന്നു. എങ്ങോട്ട് പോകണമെന്നറിയില്ല. തിരിഞ്ഞാൻ പറഞ്ഞ്, എടാ തലമണ്ടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകൂല ഇതിനകത്തൊരു അന്തമില്ലാന്ന്. ഇതിനകത്ത് യാതൊന്നുമില്ല. വെറുതെ മനുഷ്യനെ ഭയപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന ചൂഷകന്മാരായ ആളുകൾ, അത്തരം ചില മന്ത്രവാദികൾ. ആ മന്ത്രവാദം ഈ കേരളത്തിൽ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. അവിടേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം വന്നത്. മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായി ഇടപെട്ടു. നമ്മൾ പറഞ്ഞു, ഇല്ലല്ല അങ്ങനൊന്നുമില്ല, അതൊന്നും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതല്ല. ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന കേരളത്തിലെ മുഴുവൻ സമസ്ത, സമസ്ത AP, സമസ്ത EK, ദക്ഷിണ തുടങ്ങുന്ന മുഴുവൻ പണ്ഡിതന്മാരെയും വെല്ലുവിളിക്കുകയാണ്. ഈ എഴുതപ്പെട്ടതുപോലെ ഒരു സാധനം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് കാണിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യും. ഇല്ല, കാണിക്കാൻ കഴിയില്ല. നബീന്റെ പണി കൊച്ചെഴുത്തായിരുന്നില്ല. നബി ജനങ്ങളുടെ ഹൃദയവുമായി സംവദിച്ചു, വളരെ ശക്തമായി പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഖുർആൻ ഓതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥനകളും പരിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങളും അങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങൾ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത്, അങ്ങനെയാണ് ഈ സമുദായത്തെ അന്നത്തെ അന്ധവിശ്വാസത്തിൽ നിന്ന്, അന്നത്തെ
ആളുകളുടെ ചൂഷണങ്ങളിൽ നിന്ന് അവരെ മുക്തമാക്കിയത്. അതേ പ്രക്രിയയാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. എന്നാൽ ഇപ്പം ചില മന്ത്രവാദികൾ വീണ്ടും തലപൊക്കിയിരിക്കണം. നമ്മളൊക്കെ വടി വെച്ചിട്ട് കാലം കുറേയായി. ഇപ്പം ചില ആളുകൾ വടിയെടുക്കാൻ തുടങ്ങിയിരിക്കണം. മനസ്സിലായോ? അങ്ങനത്തെ ചില ആളുകൾ വന്നു. റുഖിയയുമായി ബന്ധപ്പെട്ട് റുഖിയ ശർഇയ്യ എന്ന് പറയപ്പെടുന്ന വിഷയവുമായി കടന്നു വന്നു. അത്തരം ചില സംഭവങ്ങൾ ഉണ്ടായി. അന്ന് ഞാനൊരു സാധനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ശരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. ഇത് ബഹുമാന്യരായ പണ്ഡിതന്മാർ AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം, മഹാനായ അതുപോലെ തന്നെ നമ്മുടെ ഐദീദ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം. ഞാൻ ആ പേരിങ്ങനെ നിങ്ങളൊന്ന് കാണിക്കാൻ, ആ പേരൊന്ന് കണ്ടോളൂ. TK മുഹിയുദ്ദീൻ ഉമരി KJUവിൻ്റെ പ്രസിഡന്റായിരുന്ന സമയം, M മുഹമ്മദ് മദനി സെക്രട്ടറിയാണ്, TP അബ്ദുള്ള കോയ മദനി പ്രസിഡന്റ് KNM, AP അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറി KNM, SM ഐദീദ് തങ്ങൾ ചെയർമാൻ KJU ഫത്വ ബോർഡ്. ഈ പണ്ഡിതന്മാർ, ഇതിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. ആ പണ്ഡിതന്മാരുടെ ആ കാലത്ത് തന്നെ KJU വളരെ കൃത്യമായ ചില തീരുമാനങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു ആ തീരുമാനം? ഇവിടെ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ, ഈ മന്ത്രവാദം പോലെയുള്ള ആശയങ്ങൾ കടന്നു വന്നപ്പോൾ കൃത്യമായ മറുപടി, ജിന്ന് പിശാച് വിഷയത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് എന്താണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വിഷയം, പ്രവാചകൻ പഠിപ്പിച്ച വിഷയം കേട്ടോളൂ. പിശാചിൻ്റെയും ജിന്നിൻ്റെയും അസ്തിത്വം നിഷേധിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികളെയും കക്ഷികളെയും ചരിത്രത്തിൽ കാണാമെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നും അവയുടേതായ അസ്തിത്വവും പ്രകൃതിയും അവയ്ക്കുണ്ടെന്നും മനുഷ്യരെ മഅസിയത്ത്, ബിദ്അത്ത്, കുഫർ, ശിർക്ക് പോലുള്ളതിലേക്ക്, അഥവാ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുക, ഇസ്ലാമിൽ പുതിയ വാദം കടത്തിക്കൊണ്ടുവരിക, നിഷേധിക്കുക, ശിർക്ക് ചെയ്യുക തുടങ്ങിയ വിഷയത്തിലേക്ക് ക്ഷണിച്ച് വഴികേടിലാക്കി നരകത്തിലേക്ക് നയിക്കുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യമെന്നും അതിനുള്ള തന്ത്രങ്ങളും രീതികളും അവൻ ആസൂത്രണം ചെയ്ത് മനുഷ്യനെ നാനാഭാഗത്തു നിന്നും വലയം ചെയ്തുകൊണ്ടിരിക്കുമെന്നും ഖുർആനും ഹദീസും താക്കീത് ചെയ്തിട്ടുണ്ട്. അവനെതിരെ ജാഗ്രത കൈക്കൊള്ളണമെന്നും ഖുർആനും സുന്നത്തും അനുശാസിക്കുന്നുണ്ട്. ജീവിതത്തിൽ അള്ളാഹുവിനെ പരിപൂർണമായി അവലംബിക്കൽ, തവക്കുൽ ചെയ്യുക, പിശാചിൽ നിന്ന് അവനോട് രക്ഷ തേടൽ, ഇസ്തിആദത്ത്, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദുആ ദിക്റുകൾ ജീവിതത്തിൽ പകർത്തുക. അതുപോലെ ജീവിതത്തിലെ വിശുദ്ധി ഖുർആനിലെ സൂക്ഷിക്കുക. അതോടൊപ്പം ഖുർആനിലെ മുഅവ്വദത്തൈനി, ആയത്തുൽ കുർസി പോലുള്ളവ ഹദീസിൽ വന്നതുപോലെ അനുഷ്ഠിക്കൽ തുടങ്ങിയ പിശാചിൽ നിന്ന് രക്ഷാമാർഗം സ്വീകരിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. എന്നാൽ പിശാചിൻ്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടാനെന്ന പേരിൽ ഉറുക്ക്, മന്ത്രം, ഏലസ്, നൂല്, ഹോമം എന്നിത്യാദി ചികിത്സാ രീതികളെ ഇസ്ലാം നിരോധിക്കുന്നു എന്ന് സ്പഷ്ടമായി വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ചില ആളുകൾക്ക് ഇരിക്കപ്പൊറുതിയില്ല, ഓൽക്കെന്നാലും ഇത് ചെയ്തേ പറ്റൂ. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഇടപെട്ടു. ജംഇയ്യത്തുൽ ഉലമ ഒരു പുസ്തകം തന്നെ പുറത്തിറക്കി. ആ പുസ്തകത്തിന്റെ പേര് ജിന്ന് പിശാച് റുഖിയ ശർഇയ്യ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്നാണ്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ജിന്ന് കൂക്കലും ജിന്ന് കയറലും ജിന്നിനെ അടിച്ചിറക്കലും ജിന്ന് തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയും കേരളക്കരയിലുണ്ടായിരുന്നു. ചാത്തനേറുണ്ടായിരുന്നു, പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. AP അബ്ദുൽ ഖാദർ മൗലവി പറയാറുണ്ട്, അദ്ദേഹം ജീവിച്ചിരുന്ന ചങ്ങരംകുളം നാട്ടിൽ ഒരു തടത്തുനിന്ന് ഒരു പെണ്ണ് കൂക്ക് തുടങ്ങിയാൽ അങ്ങ് അപ്പുറം വരെ കൂക്കിങ്ങനെ തുടങ്ങും. ഇവിടുന്ന് വേറൊരു പെണ്ണ് കൂക്കും, അപ്പുറത്തൊരു പെണ്ണ് കൂക്കും, ഇവിടുന്ന് ഒരു പെണ്ണ് കൂക്കും. ഇന്ന് ഒരു പെണ്ണും കൂക്കണില്ല. തിരിഞ്ഞാൻ പറഞ്ഞ് ഇത്തരം ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായ ഇടപെടലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ ഇടപെടൽ, ജംഇയ്യത്തുൽ ഉലമയുടെ ശക്തമായ ഇടപെടൽ. പലപ്പോഴും ജംഇയ്യത്തുൽ ഉലമയെ കൊച്ചാക്കി കാണിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളക്കരയിൽ
കേരളക്കരയിൽ വൈജ്ഞാനികമായ രൂപത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളെ പ്രമാണബദ്ധമായി അവതരിപ്പിക്കാൻ കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാതെ വേറൊരു സഭയുണ്ടോ? ചില ആളുകൾക്കൊക്കെ പറയാനുള്ളത് ജംഇയ്യത്തുൽ ഉലമയിൽ ഉള്ളവരൊക്കെ ഇപ്പോ ഈ അഫ്ളൽ ഉലമക്കാരാണ് എന്നാണ്. അത് അനീഫ് ഉസ്താദിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞായിരിക്കും ചിലപ്പോ. കാരണം അഫ്ളൽ സുല്ലമിയാണല്ലോ. എന്നാ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ. അങ്ങനെ അഫ്ളൽ ഉലമ പഠിച്ച ഒരാൾക്ക് അറബി കിതാബ് വായിക്കാൻ അറിയില്ലേ? സൗദിയിലെ പണ്ഡിതന്മാർക്ക് മാത്രമേ അറബി അറിയുള്ളൂ, വേറെ ആർക്കും അറബി അറിയില്ല, വേറെ ആർക്കും അറബി വായിച്ച തിരിയില്ല, വേറെ ആരും പഠിച്ചിട്ടുമില്ലേ? ചില ആളുകളുടെ കണ്ടെത്തലാണ്. എന്നാൽ പ്രമാണബദ്ധമായി ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനത്തെ ഗണ്ണിക്കാൻ കഴിയുന്നില്ല. അപ്പോ വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ ജംഇയ്യത്തുൽ ഉലമ വളരെ ഭംഗിയായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രവാദം എന്നത് പരിപൂർണമായും തള്ളിക്കളയണം. പിന്നെന്താണ് റുഖിയ ശർഇയ്യ എന്ന രൂപത്തിൽ ചെയ്യുന്നത് എന്താണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ, അവിടുന്ന് പറഞ്ഞു തന്ന പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന, രാവിലെയും വൈകുന്നേരവും ചെയ്യേണ്ടുന്ന പ്രാർത്ഥനകൾ, അത്തരം വിഷയങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ പകർത്തുക, അത് ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതാണ് വിഷയം.